Hi, welcome back to my channel. ഷെയർ മാർക്കറ്റിലേക്ക് എല്ലാവരും കയറി വരുന്ന വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങും സ്റ്റഡിയും എല്ലാം ചെയ്തിട്ട് വന്നിട്ടും അതിലും 99% ആളുകളും നമുക്ക് ലോസ് ആണ് ഉണ്ടാവാറ്. സക്സസ് അവർക്ക് അറിയാം, നമുക്ക് സക്സസ് ആകാറില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിൽ 1% ആളുകൾ മാത്രമേ അതിനകത്ത് പ്രോപ്പറായിട്ട് വിജയിക്കാറുള്ളൂ. ഓക്കെ, ആ 1%ൽ നിങ്ങൾക്ക് എത്ര എന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡിൻ്റെ ഈ വീഡിയോ കാണുക. എങ്ങനെയാണ് അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക, അതിനകത്ത് പെർഫെക്റ്റ് ട്രേഡ് നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എടുക്കാൻ എങ്ങനെ പറ്റും, ആ ട്രേഡ് എങ്ങനെ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. നമ്മുടെ ലേറ്റസ്റ്റ് വെർഷനാണ് കാണിക്കുന്നത് 8.1. അപ്പോൾ നിങ്ങൾ ആലോചിക്കും 8.1 മുമ്പ് എന്തെങ്കിലും വെർഷൻ ഉണ്ടോ? ഉണ്ട്. ആക്ച്വലി നമുക്ക് ടോട്ടൽ നമ്മൾ 8 വെർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് 7 വെർഷനും കൂടെ ഉണ്ട്. ഓക്കെ, 1 to 7 വെർഷൻ വരെ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചേഞ്ചസിലേക്ക് വരുത്തണമെന്നെങ്കിൽ അങ്ങനെ വരുത്താം. 7th വെർഷൻ്റെ നമുക്ക് 7th വെർഷൻ ആക്ച്വലി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു മിനിറ്റ്. അപ്പോൾ ആ 7th വേർഷനാണ് ഞാൻ ഇനി കാണിച്ചത്. അപ്പം ഇതിൻ്റെ ചേഞ്ചസ് ആയിട്ട് നമ്മൾ ചേഞ്ചസ് വരുത്തിയതാണ്. ഞാൻ 7th ഗ്രീനിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയതാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇതിനകത്ത് വരുത്താൻ പറ്റും. അതേപോലെ 8.1 വെർഷനാണ് നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന വെർഷൻ 8.1. ഇതാണ് 8.1, അതായത് ലേറ്റസ്റ്റ് വെർഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ആക്ച്വലി സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ബേസിൽ ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഓക്കെ, നമുക്ക് ആക്ച്വലി നമ്മുടെ വിൻട്രേഡിൻ്റെ സ്കാനർ എന്ന് പറയുന്ന, അതായത് നമ്മുടെ വിൻട്രേഡിൽ 2 സ്കാനുണ്ട്. ഒന്ന് 1.1 സ്കാനർ, 1.2. ഇതാണ് 1.1 സ്കാനർ. ഇതിനകത്ത് 1.2 സ്കാനർ കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് മാർക്കറ്റ് ആക്ച്വലി ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇവിടെ ലൈവ് സിഗ്നൽസ് ആക്ച്വലി ഇവിടെ ആരോ വൈസ് വരും. ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് കഴിഞ്ഞു, ഇക്വിറ്റിയിലാണ് ഞാൻ കൂടുതൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കമ്മോഡിറ്റി ഇപ്പോൾ ഓപ്പൺ ആകുമ്പോൾ ഇത് കണ്ടില്ലേ, ആരോ വൈസ് കൺഫർമേഷൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ പെർഫെക്റ്റ് ട്രേഡ്, ഇപ്പോൾ ക്രൂഡ് ഓയിലാണെങ്കിൽ 3 ബൈയും കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സിഗ്നൽസ് നമുക്ക് തിരഞ്ഞു പിടിച്ചെടുക്കാൻ ഇതിനകത്ത് ഈ സ്കാനർ വഴി നടക്കും. അതേപോലെ 1.2 സ്കാനറിൽ എന്താണെന്ന് പറഞ്ഞാൽ സിഗ്നൽസ് വരും. സിഗ്നൽസ് അതായത് നിങ്ങൾക്ക് ഇൻട്രാഡേ ആണെങ്കിലും സ്കാൽപ്പിംഗ് ആണെങ്കിലും നമുക്ക് ആക്ച്വലി പൊസിഷണൽ ട്രേഡ് ആണെങ്കിലും അവിടെ സിഗ്നൽസ് കാണിച്ചു തരും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ ഇന്നിപ്പം ഫസ്റ്റ് നമുക്ക് റിലയൻസിൻ്റെ ചാർട്ട് കാണിച്ചു. റിലയൻസിൻ്റെ ഇപ്പം മാർക്കറ്റ് ക്ലോസ് ആയി, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പെർഫോമൻസ് ഇന്നത്തെ എന്താണെന്ന് കാണിച്ചത്, ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാമായിരുന്നു എന്ന് കാണിച്ചു തരാം. അതോടൊപ്പം ലൈവ് മാർക്കറ്റിൻ്റെ സിൽവറുണ്ട്, ഗോൾഡുണ്ട്. അത് അല്ലാതെ തന്നെ ഞാൻ ആക്ച്വലി കമ്മോഡിറ്റി ഫോറക്സ് മാർക്കറ്റിൻ്റെ ഗോൾഡും കൂടെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ എല്ലാ മാർക്കറ്റുമാണ് ഇന്നത്തെ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഇന്നത്തെ ട്രേഡ് എത്ര സക്സസ്ഫുൾ ആയിരുന്നു എന്ന് കാണിച്ചു തരാം. ഓക്കെ, പെർഫെക്റ്റ് ട്രേഡ് എവിടെ നിന്ന് എടുക്കാമായിരുന്നു എന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് റിലയൻസിൻ്റെ, നിങ്ങൾ റിലയൻസിനെ നോക്കോളൂ. അപ്പം ഇതാണ് റിലയൻസിൻ്റെ ചാർട്ട്. ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഇൻട്രാഡേ ടൈമിൽ 5 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇതിനകത്ത് ഇന്ന് ടോട്ടൽ 2 സിഗ്നലാണ് വന്നിരിക്കുന്നത്. ഒന്ന് ബൈയും ഒന്ന് സെല്ലും. ബൈ കൺഫേം അല്ല, സെല്ല് കൺഫേം ആയിരുന്നു. ടോട്ടൽ 32 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് എടുക്കാമായിരുന്നു ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സിഗ്നൽസ് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഫ്രഷേഴ്സിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അലേർട്ട് വരും, നമുക്ക് ബെൽ സൗണ്ടോടുകൂടി അലേർട്ട് വരും. അതോടൊപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ഏത് കാണിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. അപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നലിൻ്റെ അകത്ത് 12:20 ആക്ച്വലി 2364 ആക്ച്വലി സെല്ലാണ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ സെൽ എടുക്കുന്ന പോയിന്റ് ഞാൻ പറഞ്ഞു, നമുക്ക് ആക്ച്വലി ഈ സെല്ല് വന്ന സമയത്ത് നമുക്ക് ആക്ച്വലി സെക്കൻഡ് ക്യാൻഡിൽ എടുക്കാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുമ്പ് വന്ന ബൈയുടെ ഒരു കൺഫർമേഷൻ ലെവൽ പറഞ്ഞുതരാം. ഈ പ്രോപ്പർ റെസിസ്റ്റൻസ് എവിടെ നിന്നാണ് നമുക്ക് ആക്ച്വലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത് കാണിച്ചു തന്നു നിങ്ങൾക്ക്. ആക്ച്വലി ഇവിടെ ബൈസിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബൈസിക്കിൾ വന്ന സമയത്ത് ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കൺഫർമേഷൻ ലെവൽ, അതായത് എല്ലാ സിഗ്നലും കയറി എടുക്കരുത്. സിഗ്നൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 കൺഫർമേഷൻ ലെവലുണ്ട്. അതുകൂടാതെ തന്നെ റെസിസ്റ്റൻസോ സപ്പോർട്ടിൻ്റെ ബേസിസും കൂടെ നമുക്ക് എടുത്തിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കൺഫർമേഷൻ ലെവൽ ഇപ്പോൾ സിഗ്നൽസ് വന്ന സമയത്ത് ആക്ച്വലി കൺഫേം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻഡിൽ ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ താഴത്തോട്ട് ആ സമയത്ത് ഗ്രീനിലേക്ക് മാറിയിട്ടില്ല. ഗ്രീനിലേക്ക് മാറിയ ലെവൽ എവിടെയാണ്? 3ാമത്തെ ക്യാൻഡിലാണ്. അപ്പോൾ 3ാമത്തെ ക്യാൻഡിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ഏത് ലെവൽ വെച്ചിട്ടാണ് അവിടെ നിന്ന് എടുക്കുക. ആ പോയിന്റിന് ബെസ്റ്റ് ആക്യുറസി ലെവൽ കിട്ടും. അപ്പോൾ ഇതാണ് കൺഫർമേഷൻ ലെവൽ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിലാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് ആക്ച്വലി അവിടുന്ന് ഫസ്റ്റ് റെസിസ്റ്റൻസ്, പിന്നെ 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ 4 പ്രാവശ്യം ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ബൈയിലേക്ക് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ആദ്യത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കണ്ടില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി മിസ് ചെയ്തെങ്കിലും 2ാമത്തെ റെസിസ്റ്റൻസ്
റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ എടുക്കാം. അതല്ലെങ്കിൽ മൂന്നാമത്തെ പിന്നെ ലാസ്റ്റ് ബാറും പിന്നെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി ആ സമയത്തൊക്കെ സോഫ്റ്റ്വെയർ ഇവിടെ റീ എൻട്രി തരും. പിന്നെ നമുക്ക് ആക്ച്വലി എവിടുന്ന് എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡ് ലൈൻ വൈസിട്ട് ഇവിടെ ഇത് കാണിച്ചിട്ടുണ്ട്. ശകലം ഡൗണിഷ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡൗണിലേക്ക് പോയി പിന്നെ താഴെ സൈഡ് വേസ് വരുന്നവരെ കാത്തിരിക്കേണ്ട. അപ്പോൾ ഈ ശകലം ഡൗൺ ആവുകയാണെങ്കിൽ വേണം അവിടെ നിന്ന് കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കയറുമ്പോൾ പിന്നെയും തിരിച്ച് കയറുവാണെന്ന് വിചാരിക്കാം. അപ്പോൾ തിരിച്ച് കയറുന്ന സമയത്ത് രണ്ടാമതൊരു എൻട്രി എടുത്തോളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഡൗൺ ആകുമ്പോൾ നമുക്ക് ആക്ച്വലി നമുക്കൊരു ലോസ് വരുന്നില്ല. വെറുതെ ലോസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആക്ച്വലി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, കുറച്ചൊന്ന് ഡൗൺ ആകുകയാണെങ്കിൽ ചില ഡൗണിലേക്ക് പോകും, നമ്മുടെ പ്രോഫിറ്റ് എത്ര ഏൺ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്തോളാം. 3 ടാർഗറ്റ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇന്നത്തെ സിഗ്നൽ പറഞ്ഞുതരാം. ഇന്നത്തെ സിഗ്നൽ വന്നിരിക്കുന്ന ബൈ സിഗ്നൽ ആക്ച്വലി കൺഫേം അല്ല, എക്സ്ട്രാ കളർ ബ്ലൂ ആണ് അവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഗ്രീനും റെഡും അല്ലാത്ത കളേഴ്സ്, അതായത് ബ്ലൂ, ഓറഞ്ച്, വൈറ്റ്, പിന്നെ അതല്ലാതെ ഹോളോ ക്യാൻഡിൽസ്, അതായത് ഗ്രീൻ തന്നെ അകത്ത് ഫില്ലിംഗ് ഇല്ലാത്ത ക്യാൻഡിൽസ്, അകത്തൊന്നും ഉണ്ടാവില്ല. അത് ഇത് കണ്ടില്ലേ, ഫില്ലിംഗ് ഇല്ലാത്ത ഇതേപോലത്തെ ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ അത് സൈഡ് വേസ് ആണ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് റിവേഴ്സിൽ പോകാൻ സാധ്യത ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്ര റിസ്ക് എടുക്കേണ്ടതെന്ന് അവിടെ കട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ അതല്ലാതെ തന്നെ ഇന്ന് സെൽ സിഗ്നൽ വന്ന സമയത്ത് അവിടെ നിന്ന് എൻ്റെ രണ്ടാമത്തെ ക്യാൻഡിൽ എടുക്കാമായിരുന്നു. കാരണം ഓൾറെഡി ബൈ വന്ന് കൺഫേം അല്ലാതെ പോയി. കാരണം താഴോട്ട് നോക്കി നിങ്ങൾ വോളിയം ബാർ ഇന്ന് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പണിംഗ്, അത് കഴിഞ്ഞിട്ട് വോളിയം ബാർ ഫുള്ള് റെഡിലാണ്. അപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ എടുക്കാമല്ലോ, ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി കൺഫേംഡ് നേരത്തെ തൊട്ടേ സെല്ല് നടക്കുമായിരുന്നു. ഓക്കെ, അത് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് 30 പോയിൻറ്റ്സ് അച്ചീവ് ആയിട്ടുണ്ട് ഇന്നത്തേക്ക്. അപ്പോൾ അവിടുന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ് വെച്ചിട്ട് എടുക്കാം. അവിടുന്ന് എടുത്തില്ല എങ്കിൽ രണ്ടാമത് ബ്രേക്ക് ഔട്ട് പോയിന്റ് ഇവിടുന്ന് വന്നിട്ടുണ്ട്. ഇവിടുന്നും നമ്മൾക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ റിലയൻസിൻ്റെ പെർഫോമൻസ് കാണിച്ച് അതേപോലെ മാരുതി കാണിക്കാം. പക്ഷെ മാരുതിയിൽ ഇങ്ങനെയല്ലായിരുന്നു. മാരുതിയിൽ നമുക്ക് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പണിംഗിലും കുറേ നേരം സൈഡ് വേസ് ആ പോയിന്റ്. ബൈസിക്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ കളർ ചേഞ്ച് കണ്ടില്ലേ, വൈറ്റ്, നമുക്ക് ഓറഞ്ച്, ബ്ലൂ, ഇതൊക്കെ മിക്സ് ആയിട്ട് നമുക്ക് ഇവിടെ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എടുക്കാനേ പറ്റത്തില്ല, വളരെ റിസ്ക്കിയാണ്. അപ്പോൾ നമ്മൾ എവിടെ എടുക്കേണ്ട പ്രോപ്പർ ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്ത് ഈ ക്യാൻഡിൽ രണ്ടാമത്തെ ക്യാൻഡിൽ വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ആ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എടുക്കാം. കാരണം ഇത്രയും സൈഡ് വേസ് വന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ബ്രേക്ക് ഔട്ടിന് വേണ്ടി നോക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ ക്യാൻഡിൽ. ഓക്കെ, 8790 നമ്മൾ എടുത്തിരുന്നെങ്കിലും നമുക്ക് ആക്ച്വലി 8836 വരെ പോയിട്ടുണ്ട് മാർക്കറ്റ്. 36 അല്ല, അതിന് മുമ്പ് 42 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് സെല്ല് വന്നിട്ട് പക്ഷേ സെല്ല് ഇറങ്ങിയത് എങ്ങനെ പ്രോപ്പർ ഒരു ഹൈക്കിൽ താഴോട്ട് അടിച്ചാണ് ഇറങ്ങിയത്. അതായത് ഒരു ഒറ്റ ഇറക്കമായിരുന്നു താഴോട്ട്. അപ്പോൾ ആ ഇറക്കത്തിൽ നമുക്ക് റിസ്കിൽ അവിടെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, അവിടെ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കയറിയിട്ട് ആ മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന് എടുക്കാം. കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എക്സിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രോപ്പർ ബ്രേക്ക് ഔട്ട് വന്നിട്ട് പെട്ടെന്ന് ശകലം കയറി നിങ്ങൾ ആ പാനിക്, പക്ഷേ ശകലം കേട്ടതിനൊന്നും അത്ര പാനിക് ആവേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത്രയും ഡൗൺ ആയ സ്ഥിതിക്ക് ഒന്ന് ബാക്ക് അടിച്ചിട്ട് പിന്നെ തിരിച്ചിറങ്ങും. ഓക്കെ, അപ്പം ഞാൻ അവിടെ പറഞ്ഞ റിലയൻസിൻ്റെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത്രയും ഹൈക്കിൽ പിടിച്ചു കിട്ടി പിന്നെ ഒന്ന് ഡൗൺ ആവും നല്ലപോലെ. അപ്പോൾ അതുകൊണ്ട് അവിടെ പറഞ്ഞ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി പ്രോപ്പർ ബ്രേക്ക് ഔട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. ഓക്കെ, അതല്ലാതെ തന്നെ ഡോക്ടർ റെഡ്ഡി 2 ദിവസമായിട്ട് നമുക്ക് ആക്ച്വലി ബൈ സോണിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് കുറച്ച് കയറി ഫ്ലക്ച്വേഷൻ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു. കയറി ഇറങ്ങി അങ്ങനെയൊക്കെയാണ് ഓപ്പൺ ആയത്. പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ഇവിടുന്ന് വന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് അവിടുന്ന് 4233 നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അതല്ല ലാസ്റ്റ് സെല്ല് വന്ന് കൺഫേം ആകാതെയാണ് ക്ലോസ് ആയത് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചത്. അതോടൊപ്പം ഇന്നത്തെ ഗോൾഡിൻ്റെ അതേപോലെ തന്നെ സിൽവറിൻ്റെ കൂടെ പെർഫോമൻസ് കാണിച്ചേക്കാം. ഇന്നത്തെ ഗോൾഡിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ബൈസിക്കിൾ ഫോം ആയിട്ടുണ്ട്. ബൈസിക്കിൾ പക്ഷേ കൺഫേം അല്ല, ഒരു ഹൈക്കിൽ കയറിയതാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ്, എടുക്കാൻ പറ്റില്ല. 15 മിനിറ്റാണ് ഗോൾഡിൽ സെറ്റ് ചെയ്യേണ്ടത്. സിൽവർ, ഗോൾഡ്, കമ്മോഡിറ്റി മാർക്കറ്റിലൊക്കെ 15 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറസി ലെവൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സിൽ നോക്കിയാൽ ഇതിനകത്ത് കാണാൻ പറ്റും ഇപ്പോൾ ഒരു ബൈ ഫോം ആയിട്ടുണ്ട്, പക്ഷെ കൺഫേംഡ് അല്ല. ഓക്കെ, പക്ഷേ മോർണിംഗിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി മോർണിംഗിൽ കഴിഞ്ഞ ദിവസം തന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷനാണ് പോയത്. നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ നിന്ന് സിഗ്നൽ എടുക്കാമായിരുന്നു. ഇവിടെ ബ്രേക്ക് ഔട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് പിന്നെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് നല്ല രീതിയിൽ എടുക്കാമായിരുന്നു കേട്ടോ. ഒരു 200 പോയിൻറ്റ്സ് എന്തായാലും മാർക്കറ്റിൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 3ാമത്തെ ടാർഗറ്റ് പെൻഡിങ് ആയപ്പോഴാണ് ഒരു ഹൈക്ക് പിടിച്ച് കയറിയത് മാർക്കറ്റ്. ഓക്കെ,
അപ്പോൾ അതല്ലാതെ തന്നെ സിൽവറും നിങ്ങൾ നോക്കുക. സിൽവറിലും ആക്ച്വലി ഇപ്പോൾ ഒരു സൈഡ് വേസ് ബൈയും വന്നിട്ടുണ്ട്, സൈഡ് വേസും ആയിട്ടുണ്ട്. പക്ഷേ കൺഫേം അല്ല. ബൈയുടെ ഡീറ്റെയിൽസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് സെല്ല് ആക്ച്വലി ഒരു കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന്, അതായത് 9:30 വന്ന സെല്ലാണ്. അത് ഇന്ന് ബ്രേക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡൗണിലേക്ക് പോയിട്ടുണ്ട്. ഒരു 500 പോയിൻറ്റ്സ് എന്തായാലും ഇന്ന് ഡൗൺ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഒരു ജസ്റ്റ് ഒരു ഹൈക്ക് പിടിച്ച് മുകളിലേക്ക് കയറുന്നത്. പക്ഷേ ബൈ കൺഫേംഡ് അല്ല. ഇവിടെ നിന്ന് ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒന്ന് ബാക്ക് അടിച്ചിട്ട് പിന്നെ കയറത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആക്ച്വലി ഫോറക്സിൻ്റെ ഗോൾഡും കൂടെ കാണിച്ചു തരാം. ഫോറക്സിൽ 15 മിനിറ്റ്സ് ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 15 അല്ലാതെ തന്നെ നമുക്ക് 30 ആണ് കുറച്ചുകൂടെ അക്യുറസി ലെവൽ കൂട്ടുന്നത്. പക്ഷേ 15 തൊട്ടുള്ള ടൈം ഫ്രെയിം നമുക്ക് ആക്ച്വലി ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാം. 15 ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന ഇതേപോലെ തന്നെ ഫോറക്സിൻ്റെ ഗോൾഡിൻ്റെ സെല്ലിൻ്റെ പെർഫോമൻസ്. അപ്പോൾ നമുക്ക് ആക്ച്വലി പ്രോപ്പർ ബ്രേക്ക് വന്നത് 16,280 എന്നാണ്. 280 നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് 15 വരെ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഹൈക്ക് പിടിച്ചപ്പോൾ കയറുന്നുണ്ട്. പക്ഷേ നമുക്കിതിനകത്ത് ബൈ ആക്ച്വലി കൺഫേം ബൈ വന്നിട്ടില്ല. ബൈ ആക്ച്വലി ഇപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്കേ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ സൈഡ് വേസ് വന്ന സമയത്ത് ആർക്കെങ്കിലും എക്സിറ്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റിൽ എക്സിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പെർഫോമൻസ്. ഇതിൽ നിങ്ങൾക്ക് ഏത് മാർക്കറ്റിൽ പെർഫോമൻസ് കാണുന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ നോട്ട് ചെയ്യുക. 8139039994. ഈ നമ്പറാണ് എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ. സീമ കൃഷ്ണ. എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ലൈവ് ഡെമോ കാണിച്ചു തരും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ട ഫോർമാറ്റ് ഡീറ്റെയിൽസ്, പ്രൈസിങ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. സപ്പോർട്ട് പ്രോപ്പർ ഇവിടെ നിന്നുണ്ടാവും. എങ്ങനെയാണ് എൻട്രി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൺഫർമേഷൻ, അതായത് പ്രോപ്പറായിട്ട് നമ്മളെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് പ്രോപ്പർ ട്രെയിനിങ് തന്ന ശേഷം ഒരാഴ്ച ഇപ്പം നിങ്ങൾക്ക് കൺഫേം എടുക്കുന്നതിന് മുമ്പ് എന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.